ഹലോ എവരിബഡി. 2024 എബ്രോഡ് MBBS എഡ്യൂക്കേഷനെ കുറിച്ചുള്ളതാണ് കരിയർ വീക്കിൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെയും പഠനശേഷമുള്ള രജിസ്ട്രേഷൻ്റെയും സാധുത നിശ്ചയിക്കുന്ന ഏജൻസിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അഥവാ NMC. 2021 നവംബറിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുറത്തിറക്കിയ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻസിയേറ്റ് റെഗുലേഷൻസ് അഥവാ FMGL റെഗുലേഷൻസ് ആണ് നിലവിൽ ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും രജിസ്ട്രേഷനും അല്ലെങ്കിൽ വിദേശത്ത് മെഡിക്കൽ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനും അല്ലെങ്കിൽ രജിസ്ട്രേഷനും ഇന്ത്യയിൽ ബാധകമായിട്ടുള്ളത്. ഏതാണ്ട് 12ഓളം ഗൈഡ് ലൈൻസ് ആണ് FMGL റെഗുലേഷൻ്റെ ഭാഗമായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഗൈഡ് ലൈൻസ് പൂർണ്ണമായും പാലിക്കുന്ന രാജ്യങ്ങളിലെ MBBS പ്രോഗ്രാമിന് മാത്രമേ ഇന്ത്യയിൽ നിയമസാധുതയുള്ളൂ. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദേശ MBBS പഠനം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജ്യത്തെ യൂണിവേഴ്സിറ്റി FMGL നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജ്യത്തെ യൂണിവേഴ്സിറ്റി FMGL റെഗുലേഷൻസിൻ്റെ എല്ലാ കണ്ടീഷൻസിനും പൂർണ്ണമായും പാലിക്കുന്നു എങ്കിൽ മാത്രമേ പഠനശേഷം നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് നെക്സ്റ്റ് എക്സാം എഴുതുവാനും ഇൻഡിപെൻഡൻറ്റ് മെഡിക്കൽ പ്രാക്ടീസിനായി ഏതെങ്കിലും ഒരു മെഡിക്കൽ കൗൺസിലിന് കീഴിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. വിദേശത്ത് MBBS പഠനത്തിന് ചേരുന്ന വർഷം തന്നെ നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന രാജ്യത്തെ MBBSൻ്റെ ദൈർഘ്യം 54 മാസമോ അതിൽ കൂടുതലോ ഉള്ളതായിരിക്കണം. പൂർണ്ണമായും ഇംഗ്ലീഷ് ഭാഷയിലുള്ള MBBS പ്രോഗ്രാം ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിൽ 12 മാസത്തെ ക്ലിനിക്കൽ റൊട്ടേഷണൽ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. പഠനശേഷം നിങ്ങൾ പഠിക്കുന്ന രാജ്യത്ത് നിന്നും ഇൻഡിപെൻഡൻറ്റ് മെഡിക്കൽ പ്രാക്ടീസിനുള്ള ലൈസൻസ് നിങ്ങൾ നേടിയിരിക്കണം തുടങ്ങി ഏതാണ്ട് 12ഓളം നിബന്ധനകളാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻസിയേറ്റ് റെഗുലേഷൻ്റെ ഭാഗമായി NMC നടപ്പിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ നിയമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പാലിക്കുന്ന ഒന്നാണ് ചൈനയിലെ 6 വർഷ MBBS പഠനം. ചൈനയിലെ 45 യൂണിവേഴ്സിറ്റികളാണ് 6 വർഷത്തെ ക്ലിനിക്കൽ മെഡിസിനിലുള്ള MBBS പ്രോഗ്രാം വിദേശ വിദ്യാർത്ഥികൾക്കായി ഓഫർ ചെയ്യുന്നത്. ഈ 45 യൂണിവേഴ്സിറ്റികളിൽ ഏറിയ പങ്കും ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ അക്കാഡമിക് എക്സലൻസ് ഇവയിൽ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ആദ്യത്തെ 1000 സ്ഥാനങ്ങൾക്കുള്ളിൽ വരുന്നവയാണ്. 5+1 മാതൃകയിലുള്ള ചൈനയിലെ MBBS പ്രോഗ്രാമിൻ്റെ ദൈർഘ്യം 60 മാസങ്ങളാണ്. തിയറിറ്റിക്കൽ സ്റ്റഡീസ് 5 വർഷത്തെ തിയറിറ്റിക്കൽ സ്റ്റഡീസ് പൂർത്തിയാക്കിയതിന് ശേഷം 12 മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഇൻറ്റേൺഷിപ്പ് നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അംഗീകാരം, UK ലൈസൻസിംഗ് എക്സാമായ പ്ലാബ് എഴുതുന്നതിനായി ഫെയ്മറിൻ്റെ അംഗീകാരം, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ മെഡിക്കൽ ലൈസൻസിംഗ് എക്സാമായ USML എഴുതുന്നതിനായി ECFMG അഫിലിയേഷൻ തുടങ്ങിയവ ചൈനയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ലഭ്യമാണ്. മെഡിക്കൽ പഠനശേഷം ആ രാജ്യത്ത് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് ചൈന എല്ലാ വിദേശ വിദ്യാർത്ഥികൾക്കും നൽകുന്നുണ്ട്. നാഷണൽ മെഡിക്കൽ ലൈസൻസിംഗ് എക്സാം അഥവാ NMLE എന്നുപേരുള്ള ഈ എക്സാം നിലവിൽ ചൈനീസ് ഭാഷയിലാണ് എഴുതേണ്ടത്. പഠനത്തോടൊപ്പം തന്നെ ഉയർന്ന ചൈനീസ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി സ്വായത്തമാക്കാൻ വേണ്ട രീതിയിലാണ് ചൈനയിലെ MBBS പ്രോഗ്രാമിൻ്റെ കരിക്കുലം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫീസിനെ കുറിച്ച് പറയാം. പ്രതിവർഷം ഏതാണ്ട് 4 ലക്ഷം രൂപ മുതലാണ് നിങ്ങൾക്ക് ഫീസ് ഇനത്തിൽ വേണ്ടിവരിക. ട്യൂഷൻ ഫീ, ഹോസ്റ്റൽ ഫീ, സ്റ്റഡി റിസോഴ്സ്, അതുപോലെ നിങ്ങളുടെ വിസ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വിസ ചാർജസ്, ഇൻഷുറൻസ് ചാർജസ് ഇവ ഉൾപ്പെടെയുള്ള തുകയാണ് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത്. ഈ ചെലവുകൾക്ക് പുറമെ ഏതാണ്ട് 5000 മുതൽ 7000 രൂപ വരെ ഫുഡ് എക്സ്പെൻസായി നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ക്യാമ്പസിനുള്ളിൽ തന്നെയുള്ള സുരക്ഷിതമായ ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ് ചൈനയിലെ യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രധാന പ്രത്യേകത. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഫീസാണ് ചൈനയിലേത്. ഏതാണ്ട് 3000 മുതൽ 6000 രൂപ വരെയാണ് നിങ്ങൾക്ക് പ്രതിമാസം ഹോസ്റ്റൽ ഫീ ഇനത്തിൽ വേണ്ടിവരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫീസിൽ ഈ തുകയും ഉൾപ്പെടുന്നു. നിങ്ങളുടെ നീറ്റ് സ്കോർ, 12th മാർക്ക് ഷീറ്റ് ഇവയുടെ അടിസ്ഥാനത്തിലാണ് ചൈനയിലെ യൂണിവേഴ്സിറ്റികളിലെ ആദ്യത്തെ വർഷത്തെ സ്കോളർഷിപ്പ് നിശ്ചയിക്കപ്പെടുക. തുടർന്നുള്ള വർഷങ്ങളിൽ അതാത് വർഷത്തെ അക്കാഡമിക് പെർഫോമൻസ് ആയിരിക്കും സ്കോളർഷിപ്പിൻ്റെ മാനദണ്ഡം. സെങ്ജോ യൂണിവേഴ്സിറ്റി, യാങ്ജോ യൂണിവേഴ്സിറ്റി തുടങ്ങി
ലോക നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളുടെ ഇന്ത്യയിലെ അഡ്മിഷൻ പാർട്ണറായ കരിയർ വേഗിലൂടെ നിങ്ങൾക്കും 2024 ഒക്ടോബർ ഇൻടേക്കിനായി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക, ടോപ്പ് റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റികളിലെ 2024 ഒക്ടോബർ ഇൻടേക്കിനുള്ള അഡ്മിഷൻ വിൻഡോ ഏതാണ്ട് ജൂൺ 30 അവസാനിക്കും. ജൂലൈ 15 മുതൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് JW202 ഫോം, അതായത് വിസ ഫോം ഇഷ്യൂ ചെയ്ത് തുടങ്ങും. ഈ വർഷം അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കുക. ഏതാണ്ട് 40 മുതൽ 100 സീറ്റുകൾ വരെയാണ് വിദേശ വിദ്യാർത്ഥികൾക്കായി, ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികൾക്കായി ഒരു വർഷം അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങൾ എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കുക. നിങ്ങളുടെ +2 അല്ലെങ്കിൽ 12th ബോർഡ് മാർക്ക് ഷീറ്റ്, നീറ്റ് സ്കോർ കാർഡ്, അതുപോലെ പാസ്പോർട്ട് കോപ്പി ഇവയാണ് അഡ്മിഷനായി ആദ്യം സമർപ്പിക്കേണ്ട പ്രധാന ഡോക്യുമെൻറ്റ്സ്. നിലവിൽ പാസ്പോർട്ട് ഇല്ലാത്ത സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുക. ആ സമയം നിങ്ങളുടെ അഡ്മിഷനായി ഒരു നാഷണൽ ID എന്ന രീതിയിൽ നിങ്ങൾക്ക് ആധാറിൻ്റെ കോപ്പി ഉപയോഗിക്കാവുന്നതാണ്. 2022-23 വർഷങ്ങളിൽ നീറ്റ് ക്ലിയർ ചെയ്ത സ്റ്റുഡൻസ് ആണ് എങ്കിൽ ആ വർഷങ്ങളിലെ നീറ്റ് സ്കോർ ഈ വർഷവും നിങ്ങൾക്ക് അഡ്മിഷനായി സമർപ്പിക്കാവുന്നതാണ്. 2024 നീറ്റ് എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാം. പക്ഷേ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങളുടെ നീറ്റ് സ്കോർ, വാലിഡ് നീറ്റ് സ്കോർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫീസ് യൂണിവേഴ്സിറ്റിയിൽ അടയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലായി പഠിക്കുന്ന ചൈനയിലെ യൂണിവേഴ്സിറ്റികളുടെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഈ വർഷം വിദേശ MBBS പഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങളുടെ ടീമുമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ മാർക്ക്, നീറ്റ് സ്കോർ ഇവയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ കരിയർ വേഗ് ടീം നിങ്ങളെ സഹായിക്കും. വിദേശ MBBS പഠനം അല്ലെങ്കിൽ ഈ വർഷത്തെ ചൈനയിലെ യൂണിവേഴ്സിറ്റികളിലെ MBBSന് അഡ്മിഷൻ, ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഞങ്ങളുടെ ടീമുമായി ബന്ധപ്പെടുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു ഓൾ.